18/1/2024 നടന്ന ഫയർമാൻ ഡ്രൈവറുടെ GK ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് വരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ശരിയല്ലേ? ഒന്ന് ശരിയാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അതും ശരിയാണ്. ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. മൂന്നാമത്തെ പ്രസ്താവന 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അതും ശരിയാണ്. അപ്പം ഇത് പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഓപ്ഷൻ ബിയിലേക്ക് പോവാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3 ശരിയാണ്. ഏതൊരു മുൻവർഷ ചോദ്യം കിട്ടിയാലും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കണം. അത് ഞാൻ എന്താണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പറഞ്ഞുതരാം. ഇത് ഇനി കുളച്ചൽ യുദ്ധത്തിനെ പറ്റി. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10-നാണ്. കുളച്ചൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. ഈ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. ഈ ഡിലനോയ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. ഈ ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഈ ഉദയഗിരി കോട്ട നിർമ്മിച്ചത് വീരരവിവർമ്മ എന്ന വേണാട് രാജാവാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി ആറ്റിങ്ങൽ കലാപം നടന്ന എപ്പോഴാണ്? 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർട്ട്. 150ഓളം ബ്രിട്ടീഷുകാരും കൊല്ലപ്പെടുകയുണ്ടായി എന്നാണ് സെർട്ടിലെ SCERT 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ പറയുന്നത്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മ. ഈ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയുണ്ട്. അതാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723-ലാണ്. ഈ വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ എന്തെഴുതും? മാർത്താണ്ഡവർമ്മയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായി ഒപ്പിട്ടൊരു ഉടമ്പടിയാണെന്നാണ് വേണാട് ഉടമ്പടി അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ കുളച്ചൽ യുദ്ധം പറഞ്ഞല്ലോ, അതിനൊരു ചരിത്രമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലാണ്. ആ മൂന്നാമത്തെ പ്രസ്താവന ശ്രീരംഗപട്ടണം സന്ധി, അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ അറിയാവോ? അതായത് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് 1792 ശ്രീരംഗപട്ടണം സന്ധി. ഈ ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായിട്ട് ടിപ്പു സുൽത്താനാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ വിട്ടുകൊടുത്തത്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. അതാണ് ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ, മൈസൂർ യുദ്ധങ്ങൾ. ശരിയായത് തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹം 1928 കൊടുത്തിരിക്കുന്നത്. ബി ഗുരുവായൂർ സത്യാഗ്രഹം 1931. ക്ഷേത്രപ്രവേശന വിളംബരം 1936. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിലേതൊക്കെയാണ് ശരി നമുക്ക് നോക്കാം. ഇത് തന്നിരിക്കുന്നതിൽ തെറ്റല്ലേ? വൈക്കം സത്യാഗ്രഹം 1924 നടന്നത്. ബാക്കി ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916. ഇത് 3 ശരിയാണ്. ബിയും സിയും ഡിയും ആണ് ശരി. ആൻസർ സി ഓപ്ഷനാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് 1924 മാർച്ച് 30-നാണ്. ഈ സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദപ്പണിക്കർ. പുലയ, ഈഴവ, നായർ സമുദായങ്ങളാണ്. ഓരോ ദിവസവും അവർണ, സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിൻ്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു ഈ സമരമുറ. ഈ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലയളവ് ചോദിച്ചിട്ടുണ്ട് ഒരു LDC പരീക്ഷയ്ക്ക്. 603 ദിവസം നീണ്ടു നിന്നു. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി? ശ്രീ മൂലം തിരുനാൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ചോദിച്ചിട്ടുണ്ട്. റാണി സേതു ലക്ഷ്മിബായി ആണ് അവസാനിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത്. ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രസ്താവനയിലും ചോദിക്കാം. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം ഹീറോ, വൈക്കം വീരർ, പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നോക്കണേ. EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷമാണ് 1925. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആചാര്യ വിനോബ ഭാവെ. നമ്മൾ EV രാമസ്വാമി നായ്ക്കറുടെ കാര്യം പറഞ്ഞല്ലോ. EV രാമസ്വാമി നായ്ക്കറുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കത്താണ്.
വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയ ഒരു വിഭാഗമുണ്ട്, അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ് എന്ന് പറയുന്നത് ലാലാ ലാൽ സിംഗ് ആണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ TK മാധവനും KP കേശവമേനോനുമാണ്. മറ്റ് നേതാക്കൾ CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കുരൂർ നീലകണ്ഠപിള്ള. ഇതൊക്കെ പ്രസ്താവനയിൽ ചോദിക്കാവുന്ന ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചത്. 1924 നവംബർ 1-നാണ് സവർണജാഥ ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ T രാഘവയ്യ. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ക്ഷേത്രപ്രവേശത്തിനും ഐത്തത്തിനെതിരായി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്നായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി K കേളപ്പനുമായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് KPCC ആണ്, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. KPCC ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് വടകര സമ്മേളനം. 1931 മെയ്യിലായിരുന്നു. ഇത് 5ാമത്തെ സമ്മേളനമായിരുന്നു. ഈ വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് JM ഗുപ്ത. ഈ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണേ. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഇനി ആ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം കണ്ടോ, D ഓപ്ഷൻ, 1916. അതിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ 2023 വേറൊരു പരീക്ഷയ്ക്കും കൂടെ ചോദിച്ചിരുന്നു. ഈ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. അത് ഞാൻ വരാവേ, അതിലേക്ക് വരാം. ഇത് 2023 നവംബർ 11 നടന്ന LD ക്ലർക്ക് അക്കൗണ്ടൻറ്റ് വേരിയസ് ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അതിൽ ചോദിച്ച ചോദ്യമാണ് 58ാമത്തെ ക്വസ്റ്റ്യൻ കണ്ട. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? ഉത്തരം ആനി ബെസൻ്റ് ആണ്. ആ ചോദ്യമാണ് എടുത്ത് അവർ പ്രസ്താവനയിൽ ഇട്ടിരിക്കുന്നത്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും PSC ചോദിക്കുന്നത്. ഈ മലബാർ ജില്ലാ കോൺഗ്രസ് 3 മാസം മുമ്പ് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചു, അതിപ്പോഴും ചോദിച്ചു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. അതിൻ്റെ അധ്യക്ഷ ആനി ബെസൻ്റ് ആയിരുന്നു, നമ്മൾ പഠിച്ചു. ഇനി 1917 രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നത്. അത് എവിടെ വെച്ച് നടന്നത്? കോഴിക്കോട് വെച്ച് നടന്നത്. രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ചത് CP രാമസ്വാമി അയ്യറാണ്. 2, 3, 4, 5 നമുക്ക് പഠിച്ചേക്കാം, PSC ചോദിച്ചാലോ. 1918 മൂന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത്. അതിൻ്റെ അധ്യക്ഷൻ ആസിം അലി ഖാൻ ആയിരുന്നു. നടന്നത് മലബാർ വെച്ചാണ്. 1918 മലബാറിൽ ആസിം അലി ഖാൻ. 4ാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത് വടകരയിലാണ്, 1919. 1919 വടകര മലബാർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് KP രാമൻ മേനോൻ. ആരാണ്? KP രാമൻ മേനോൻ. 5ാമത് 1920 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത്. മഞ്ചേരിയിൽ നടന്ന സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് കസ്തൂരി രംഗ അയ്യങ്കാർ ആയിരുന്നു. അപ്പോൾ ഈ 5 സമ്മേളനം ഒന്ന് ഓർത്തിരിക്കുക, PSC ചോദിക്കാം. 1920 മഞ്ചേരിയിൽ നടന്ന ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. 1920 ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. മഹാത്മാഗാന്ധിജി കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷമാണ് ഈ 1920. ഗാന്ധിജിയോടൊപ്പം ഒന്ന് കേരളത്തിലെ ഖിലാഫത്ത് നേതാവായ ഷൗക്കത്ത് അലി എത്തിയിരുന്നു. ഇനി കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. SCRTയിലുള്ളതാണ്. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്ന് 1936 നവംബർ 12. വർഷം, മാസം, ആ തീയതി പഠിച്ചു വെച്ചിരിക്കണം. അതേപോലെ PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നത് CP രാമസ്വാമി അയ്യറാണ്.
ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നത് CP രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട. പിന്നെ ഈ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ ഒരു കവിയുണ്ട്. ആരാന്ന് വെച്ചാൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കേട്ടോ. ശരിയായ ജോഡി കണ്ടെത്തുക. ആര്യസമാജം രാജാറാം മോഹൻ റോയ്, സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി C രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. ഇതിൽ തെറ്റായിട്ടുള്ളത് ആര്യസമാജം മാത്രമാണ്. ആര്യസമാജം സ്ഥാപകനാരാ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പം ഇതിനകത്ത് ആൻസർ നമുക്ക് B ഓപ്ഷനാണ്. 2, 3, 4 ആണ് ശരി. ആര്യസമാജം സ്ഥാപിതമായ വർഷം 1875 ആര്യസമാജത്തിൻ്റെ ആപ്തവാക്യമാണ് ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക. ആര്യസമാജത്തിൻ്റെ ആദ്യത്തെ യൂണിറ്റ് സ്ഥാപിതമായത് ബോംബെയിലാണ്. ഇനി 10 തത്വങ്ങൾ ഈ ആര്യസമാജവുമായി ബന്ധപ്പെട്ടതാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുകൂടാതെ ഇന്ത്യക്കാർക്കെന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായൊരു കൃതിയുണ്ട്, സത്യാർത്ഥ പ്രകാശം. അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നതിനായി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടനയാണ് ശുദ്ധി പ്രസ്ഥാനം. ഒരു PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മൂൽ ശങ്കർ എന്നാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായതേത്? SCERT കുട്ടികളുടെ 10ാം ക്ലാസ് ടെക്സ്റ്റിൽ ഇതേപോലെ കിടപ്പുണ്ട്. SCERT ടെക്സ്റ്റിൻ്റെ പ്രാധാന്യം കണ്ടോ? ഇതിൻ്റെ ഉത്തരം C ഓപ്ഷനാണ്. 1783 പാരീസ് ഉടമ്പടി. ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി നടന്ന വർഷം ഇതിനകത്തുണ്ട് 1783. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയതാരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലമാണ് ഫിലാഡൽഫിയ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിങ്ടൺ. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്ക തന്നെയാണ്. പിന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1789. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ 20. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് കണക്കാക്കപ്പെടുന്ന സംഭവം എന്ന് വെച്ചാൽ അത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ്. ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 9ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ A ആണ് ആൻസർ. ഉദ്യോഗ സംവരണം. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പഠിക്കണം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഈ നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന എന്ന് പറയുന്നത് സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. ഈ സംയുക്ത രാഷ്ട്രീയ സമിതി നിലവിൽ വന്നത് 1932 ഡിസംബർ 17. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാളിനാണ് സംയുക്ത രാഷ്ട്ര സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത്. അത് 1933. നിവർത്തന പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കന്മാർ, അത് ഓരോ നേതാക്കന്മാരെ പഠിച്ചു വെക്കണം. SCERT ടെക്സ്റ്റിലുള്ളതാണ്. NV ജോസഫ്, C കേശവൻ, TM വർഗീസ്, PK കുഞ്ഞ്, CV കുഞ്ഞിരാമൻ, അബ്ദുറഹിമാൻ സാഹിബ്. നിവർത്തന പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കന്മാരായിട്ട് അറിയപ്പെടുന്നവരൊക്കെയാണ് NV ജോസഫ്, C കേശവൻ, TM വർഗീസ്, PM കുഞ്ഞ്, CV കുഞ്ഞിരാമൻ, അബ്ദുറഹിമാൻ സാഹിബ്. അതിൽ നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ചത് IC ചാക്കോയാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? C കേശവൻ. PSC പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. കോഴഞ്ചേരി പ്രസംഗം C കേശവൻ. ഇനി ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിവർത്തന പ്രക്ഷോഭമാണ്. 1936 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ടത്. അത് ഈ നിവർത്തന പ്രക്ഷോഭം കാരണമാണ്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ GD നോക്സ്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് 1956. ഇനി ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ എന്നറിയപ്പെടുന്നൊരു പത്രമുണ്ട്, അതാണ് കേരള കേസരി. സംയുക്ത രാഷ്ട്രീയ സമിതി നിലവിൽ വന്ന വർഷം ഒന്നും കൂടെ ഓർത്തു വെക്കണേ, 1932 ഡിസംബർ 17. ഇത്രയൊക്കെ ഒന്ന് നിവർത്തന പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കണം. ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതുമായിട്ട് പറഞ്ഞത്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും
സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്, കൂട്ട്. സി ഓപ്ഷൻ നിരാമയ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സെറിബ്രൽ പാൾസി, ഓട്ടിസം ഒക്കെ ബാധിച്ചവർക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നിരാമയ. ഓപ്ഷൻ എ താലോലം എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ ചെലവാണ്. ഈ കാർഡിയാക് സംബന്ധമായ രോഗങ്ങളും നാഡി സംബന്ധമായ രോഗങ്ങളും ഓട്ടിസം അങ്ങനെ ബന്ധപ്പെട്ട് ഇവർക്കുള്ള ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സ ചെലവ് വഹിക്കുന്ന സർക്കാരിൻ്റെ പദ്ധതിയാണ്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികൾക്കൊക്കെയുള്ള ചികിത്സാ ചെലവ് ഈ സ്കീമിലൂടെ ഗവൺമെൻറ് വഹിക്കുന്നുണ്ട്. നിങ്ങൾ പരീക്ഷയ്ക്ക് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യനും നോക്കണം, ഇതേപോലെ റിലേറ്റഡ് ഫാക്ട്സും നോക്കണം. ചോദ്യങ്ങൾ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സപ്പോർട്ടും ചെയ്യും. ആവശ്യമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ടൊരു ക്ലാസ് വീഡിയോ ഇടാം. ഓക്കെ.